പഴങ്ങാട് കടപ്പുറത്തെ കടൽക്ഷോഭത്തിന് ഇരയായവർക്ക് അരി വിതരണം നടത്തി. വൈപ്പിൻ മനുഷ്യാവകാശ സംഘടനയായ ഹോപ്പ് സോഷ്യൽ മിഷൻ ഹ്യൂമൻ റൈറ്റ്സ് ആലുവ സാൻഡ്ബോക്സ് വണ്ടർ മാക്സ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ സഹകരണത്തോടെ എടവനക്കാട് പഞ്ചായത്തിലെ പഴങ്ങാട് ഭാഗങ്ങളിൽ കടൽക്ഷോഭത്തിന്റെ ദുരിതമനുഭവിക്കുന്നവർക്ക് സാന്ത്വന സഹായമായി അരിയും പായസ കിറ്റുകളും വിതരണം നടത്തി. പഴങ്ങാട് ബീച്ചിൽ നടന്ന അരി വിതരണ സമ്മേളനം കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ഉദ്ഘാടനം ചെയ്തു. ഹോപ്പ് സോഷ്യൽ മിഷൻ ഹ്യൂമൻ റൈറ്റ്സ് സംസ്ഥാന ചെയർമാൻ ഹാരിസ് കൊടുങ്ങല്ലൂർ അധ്യക്ഷത വഹിച്ചു. ക്യാപ്റ്റൻ ടി.എ. ഉമൈസ് മുഖ്യാതിഥിയായി. എടവനക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് അസീന അബ്ദുൽ സലാം, പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് കെ.ജെ. ആൽബി, സാൻഡ്ബോക്സ് ഡയറക്ടർമാരായ എൻ.ഐ. കരീം, റെജി ജോസ്, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ കൊച്ചുത്രേസ്യ പി.ബി. സാബു, പഞ്ചായത്ത് മെമ്പർ ഇ.ആർ. ബിനോജ്, മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് പി.എച്ച്. അബൂബക്കർ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ടി.പി. വിൽസൺ, ഡോക്ടർ ഫയ്യാസ്, എടവനക്കാട് എച്ച്.എസ്. സംസ്ഥാന വൈസ് ചെയർമാൻമാരായ ആനന്ദൻ, ഷെജിർ ചളിക്കാട്, ജോയിന്റ് സെക്രട്ടറിമാരായ റോഷൻ റോയി, സുൾവിക്കർ, വൈസ് പ്രസിഡന്റ് ഷംസുദ്ദീൻ എന്നിവർ സംസാരിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി ബിന്ദു ബിജു സ്വാഗതവും മീഡിയ കോർഡിനേറ്റർ എം.എ. സുബ്രഹ്മണ്യൻ നന്ദിയും പറഞ്ഞു. 100 കുടുംബങ്ങൾക്ക് 5 കിലോ അരി വിതരണവും പായസ കിറ്റുമാണ് വിതരണം ചെയ്തത്. സോഷ്യൽ മിഷൻ ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്ന ഒരു മനുഷ്യാവകാശ സംഘടനയാണ്. ആ സംഘടനയുടെ ആഭിമുഖ്യത്തിൽ സാൻഡ്ബോക്സ് ടെക്നോളജീസ് എന്ന് പറയുന്ന ആലുവയിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ സ്പോൺസർഷിപ്പാണ് ഇന്ന് നിങ്ങൾക്കിവിടെ നൽകുന്ന സഹായ വിതരണം. ഞങ്ങൾ ഈ എടവനക്കാട് പ്രദേശത്ത് ആദ്യമായിട്ട് ഞങ്ങൾ കഴിഞ്ഞ കടൽ കയറി ഇവിടെ വലിയ പ്രശ്നങ്ങളുണ്ടായി എന്നറിഞ്ഞ് പത്രമാധ്യമങ്ങളിൽ കൂടി ഞങ്ങൾ അറിയുമ്പോൾ ഞങ്ങളുടെ സംഘടന ഇവിടെ വന്ന് സന്ദർശിക്കുകയും ഇവിടുത്തെ സമരസമിതിയുടെ ആളുകളെ കാണുകയും ഞങ്ങളുടേതായ എല്ലാ ഐക്യദാർഢ്യവും പ്രഖ്യാപിക്കുകയും അന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ചെറുതായിട്ടാണെങ്കിലും ഇത് 4 പേരിലേക്ക് എത്തിക്കണം, ഇവിടെ ആളുകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കണം എന്ന ഒരു ആഗ്രഹവുമായിട്ടാണ് ഞങ്ങൾ ഇവിടെ നിന്ന് പോയത്. കാരണം ഞങ്ങൾ രാവിലെ വരുമ്പോൾ ഷൂ ഒക്കെ ഇട്ട് നന്നായിട്ടാണ് വന്നത്. തിരിച്ചു പോകുമ്പോൾ ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങളെ ഓരോരുത്തർ കയ്യെ പിടിച്ചൊക്കെയാണ് ഇറക്കി വയ്ക്കുകയാണ് കൊണ്ട്. അപ്പോൾ ഇവിടെ 365 ദിവസം ജീവിക്കുന്ന മനുഷ്യരെ എന്തുമാത്രം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. കാരണം ഈ ഓരോരോ ഇടിയുടെ ശബ്ദം കേൾക്കുമ്പോൾ എനിക്ക് ചങ്കിനൊരു പെടവെടുപ്പ് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഓരോ ദിവസം എന്തുമാത്രം അനുഭവിക്കുന്നു എന്നുള്ളത് അതിൽ നിന്ന് തന്നെ വ്യക്തമായി. അപ്പോൾ ആദ്യം ഇവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണം, അല്ലെങ്കിൽ ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കണം. ആരെങ്കിലും ഇപ്പം കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ അല്ലെങ്കിൽ സാംസ്കാരികമായോ അല്ലെങ്കിൽ മത നേതാക്കൾ ആരുടെയെങ്കിലും മുന്നിൽ ഇത് എത്തിക്കണമെന്നായിരുന്നു ഞങ്ങളുടെ ഒരു ആഗ്രഹം. അപ്പോഴാണ് വയനാട് ദുരന്തമുണ്ടായത്. അപ്പോൾ ഞങ്ങൾ വയനാട് ഒരുപാട് അവർക്ക് ഒത്തിരി സഹകരണങ്ങൾ കിട്ടിയെങ്കിലും ഞങ്ങൾ മനസ്സിലാക്കിയപ്പോൾ അവിടുത്തെ ആദിവാസി കോളനികളിൽ അവർ ഭക്ഷണം പോലും കഴിക്കാതെ ദാരിദ്ര്യം അനുഭവിക്കുന്നു എന്ന് മനസ്സിലായി. അങ്ങനെ ഞങ്ങൾ ഏതാണ്ട് 6,00,000 മേളിലുള്ള സാധനങ്ങളായിട്ട് ഞങ്ങൾ ആദിവാസി കോളനിയിൽ പോയി. ആദ്യം അവർക്ക് അത് വിതരണം ചെയ്തു. അതിനുശേഷം ഞങ്ങളുടെ സാൻഡ്ബോക്സ് ടെക്നോളജീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയുടെ ചെയർമാൻ എന്നോട് ഞാനിത് പറയുകയും അപ്പോൾ ചെയർമാൻ പറഞ്ഞു, നമുക്ക് ആദ്യ ഗഡു വന്നാൽ ചെറുതായിട്ട് എന്തെങ്കിലും നമുക്ക് ചെയ്യാം. അത് കണ്ടിട്ട് ഇത് നമ്മളിവിടെ ചെയ്യുന്നത് നിങ്ങൾക്കിപ്പോൾ വലിയ സംഭവം എന്നുള്ള രീതിയിലൊന്നുമല്ല ചെയ്യുന്നത്. പക്ഷേ ഇത് കണ്ടിട്ട് ഇനി വരാനിരിക്കുന്ന അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ഇത് കണ്ടിട്ട് നിങ്ങൾ, കാരണം വയനാട് ഞങ്ങൾ കൊണ്ടുപോയി കൊടുത്തതിന് ശേഷം അവിടെ ഒരുപാട് ആദിവാസി കുടികളിലേക്ക് ഒരുപാട് ആളുകൾ തൃശ്ശൂർ മേഖലയിൽ നിന്നെല്ലാം ചെന്നു എന്ന് പറഞ്ഞ് അവിടെ നിന്ന് വിളിക്കുകയുണ്ടായി. എന്ന് പറയുന്ന പോലെ ഞങ്ങളൊരു തുടക്കം മാത്രമാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട എല്ലാ സഹകരണങ്ങളും ഞങ്ങളാൽ കഴിയുന്ന രീതിയിൽ ഞങ്ങളുടെ സംഘടന, ഞങ്ങളുടെ ചെയർമാൻ ഹാരിസ് സാറ് എന്ത് കാര്യം ചെയ്യാനും, അല്ലെങ്കിൽ ഞങ്ങളുടെ വൈസ് ചെയർമാൻ ആനന്ദൻ സാറ്, അപ്പം ഞങ്ങൾ ഒപ്പം നിൽക്കുന്ന ഞങ്ങളെല്ലാവരും എന്ത് കാര്യം സഹായ സഹകരണങ്ങളും ഞങ്ങൾ ഇവിടുത്തെ സമരസമിതി ആളുകളുമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ബന്ധപ്പെടാറുണ്ട്. അപ്പോൾ അതിനു വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു തരാറുണ്ട്, ചെയ്യാനുമുണ്ട്, ചെയ്ത് തരാനുമുണ്ട്. അപ്പം നമ്മൾക്ക് വേണ്ട എല്ലാ സഹകരണങ്ങളും ഉറപ്പുവരുത്തുന്നു. പിന്നെ നമ്മൾ മനുഷ്യരാണ് എല്ലാവരും, നമ്മൾ ഇതിൽ നിന്നും വെളിവാക്കേണ്ട. ഇപ്പം നമ്മളിവിടെ ജാതിയോ മതമോ അല്ലെങ്കിൽ വേറെ ഒരു കക്ഷി രാഷ്ട്രീയമോ ഒന്നും നോക്കാതെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും അപ്പം നമ്മളൊരു മനുഷ്യൻ എന്നാണ് പറയുന്നത്. നമ്മൾ ഓം എന്ന് പറയുമ്പോൾ ആ ഉ അം എന്നാണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. സൃഷ്ടി, സ്ഥിതി, സംഹാരം. നമ്മളെ സൃഷ്ടിച്ചു, നമ്മൾ അതിൽ നിന്ന് സ്ഥിതിയായി വസിക്കുന്നു. അതിനുശേഷം നമ്മൾ മരണപ്പെട്ട് ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്നു. അപ്പം നമ്മൾ മാറ്റപ്പെടുന്നതിന് മുൻപ് ഒരു റോസാപ്പൂ വിരിഞ്ഞ് അതിൻ്റെ ചെറിയൊരു മണം അവശേഷിപ്പിച്ച് അതിൻ്റെ ഇതളുകൾ അവസാനിപ്പിച്ച് പോകുന്ന പോലെ നമ്മൾക്ക് ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്തു പോകാൻ സാധിച്ചാൽ അതിൽ പരം
നമ്മൾ പോകുമ്പോൾ അതിൽ പരം നമുക്കൊരു ചാരിതാർത്ഥ്യമില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നിങ്ങൾ ഓരോരുത്തരും അങ്ങനെ വിശ്വസിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. ബോധ്യപ്പെട്ട കുറച്ച് വിഷയങ്ങൾ, ഇവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഞങ്ങൾക്ക് നേരിൽ ബോധ്യപ്പെട്ടതിൻ്റെ പേരിലാണ് ഞങ്ങൾ ഇന്നിപ്പോൾ ഇങ്ങനെ ഒരു പ്രോഗ്രാം ഇവിടെ സെറ്റ് ചെയ്യാനുണ്ടായത്. ഇതുകൊണ്ടൊന്നും നിങ്ങളുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരമാകില്ലെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവരറിയാം. ഇത് ഞങ്ങളെപ്പോലെ തന്നെ മറ്റുള്ളവരും മുന്നോട്ട് വരികയാണെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ളൊരു നല്ല ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടി മറ്റുള്ളവരൂടെ വരികയാണെങ്കിൽ അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ തന്നെ ഇവിടുത്തെ പ്രദേശവാസികളായ ജനങ്ങൾക്ക് ഒരു ഗുണമായി മാറുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. പിന്നെ നമ്മളുടെ ഈ സ്വാഗത പ്രസംഗം കഴിഞ്ഞാൽ പിന്നെ അടുത്തതായിട്ട് നമുക്ക് ചെയ്യാനുള്ള ഉദ്ഘാടനമാണ്. ഉദ്ഘാടനത്തിന് DCC പ്രസിഡന്റ് മുഹമ്മദ് റിയാസ് സാറ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആയതുകൊണ്ട് ഇനിയിപ്പോൾ നമ്മൾ ആശംസാ പ്രസംഗം ഇവിടെ തുടങ്ങുകയാണ്. സാറ് ഗ്രാമപഞ്ചായത്തിൽ നമുക്കറിയാം, നമ്മുടെ തീരദേശ പ്രദേശങ്ങളിൽ വെള്ളം കയറിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് നിലവിലുള്ളത്. അത് നമ്മുടെ 1-ാം വാർഡ്, 13, അതുപോലെ തന്നെ 9-ാം വാർഡുകളിൽ നിരന്തരമായ കടൽക്കയറ്റം കൊണ്ട് നമ്മൾ ദുരിതം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് ആളുകൾ നമുക്കറിയാം, നമ്മൾ ഈ വെള്ളം കയറുന്ന സമയത്ത് സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ പത്രങ്ങളിലുമൊക്കെ ന്യൂസുകൾ കണ്ടു കഴിയുമ്പോൾ ആളുകൾ നമ്മളുടെ ഈ പ്രദേശം കാണാൻ വേണ്ടി വരുന്നു. അപ്പോൾ ഇങ്ങനെ കാണാൻ വരുമ്പോൾ നമ്മളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അവരെ കൊണ്ട് കഴിയുന്ന സഹായങ്ങളാണ് നമ്മളിലേക്ക് എത്തി. നമുക്കറിയാം, നമുക്ക് ഈ കിട്ടുന്ന ഒരു സഹായം കൊണ്ട് നമുക്ക് എന്നും ജീവിക്കാൻ പറ്റില്ല. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം അവരിത്തരത്തിലുള്ള സഹായങ്ങൾ നൽകുന്നത് നമുക്കറിയാം, നമ്മുടെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ജനങ്ങളെ കണ്ടെത്തി അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കൈത്താങ്ങ് അത്രമാത്രമാണ് അവരുദ്ദേശിക്കുന്നത്. പക്ഷേ അങ്ങനെയുള്ള നല്ല മനുഷ്യരാണ് നമ്മളെപ്പോലുള്ള ആളുകളെ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇതുകൊണ്ട് നമുക്കൊന്നും ആവില്ല. നമ്മുടെ പ്രശ്നങ്ങൾ തീരണമെങ്കിൽ നമുക്കറിയാം, നമ്മുടെ തീരദേശത്തെ കടൽ ഭിത്തി നിർമ്മാണം, അതുപോലെ തന്നെ നമ്മൾ ആവശ്യപ്പെടുന്ന നമ്മുടെ തീരദേശ റോഡ്, പുലിമുട്ടുകൾ, ഇതൊക്കെ നിർമ്മിച്ചെങ്കിൽ മാത്രമേ നമ്മളുടെ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം ലഭിക്കുകയുള്ളൂ. അപ്പോൾ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഇത് നമ്മൾ നിരന്തരമായിട്ട് നമ്മളെല്ലാവരും ഇങ്ങനെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും നമ്മളുടെ ഈ സങ്കടങ്ങളും വേദനകളും ഒക്കെ കണ്ട് അതിൽ ഒരു മനസ്സലിവുണ്ടായി ഒരുപാട് ആളുകൾ കൂട്ടിച്ചേർത്തുകൊണ്ട് നമുക്ക് നൽകുന്ന ഒരു സഹായമാണ്. ഇതിൻ്റെ ഉദ്ഘാടനം ചെയ്യുവാനായിട്ട് എത്തുന്നത് ബഹുമാനപ്പെട്ട DCC പ്രസിഡന്റായ മുഹമ്മദ് ഷിയാസ് ആണ്. അദ്ദേഹത്തിനെ കാണുവാനായിട്ട് ഇതിൻ്റെ വൈസ് പ്രസിഡന്റ് അവിടെ വന്ന സമയത്ത് ഞാനവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെയും കൂടി ഒരു സൗകര്യവും സമയവും നോക്കിയിട്ടാണ് നമ്മൾ ഇന്നത്തെ ഒരു ദിവസം വെച്ചത്. പക്ഷെ അദ്ദേഹം അടിയന്തരമായി അവിടെ മീറ്റിംഗ് കൂടി കഴിഞ്ഞതിന് ശേഷം ഉണ്ടായിരുന്ന ആ ഒരു ഡിലേ ആണ്. അപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എറണാകുളം ഹൈക്കോർട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം എത്രയും പെട്ടെന്ന് എത്തും. അപ്പോൾ ഇത് നമ്മൾക്ക് കിട്ടുന്ന ഈ ഒരു സഹായത്തിന് പ്രത്യേകം എടവനക്കാട് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് എന്ന നിലയിൽ എൻ്റെ നന്ദിയും സന്തോഷവും ഞാൻ അറിയിച്ചു കൊള്ളുകയാണ്. ഈ ഒരു കാര്യം ഇപ്പോഴും നമ്മൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് നമുക്കറിയാം, നമ്മൾ സമരങ്ങൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് നിവേദനങ്ങൾ നൽകിയിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ ചെയ്തിട്ടും യാതൊരു തരത്തിലുള്ള നടപടികളും ഒരു ഭാഗത്തുനിന്നും നമുക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. ഇപ്പോൾ നമുക്കറിയാം, ഒരു സമരസമിതി നമ്മളിവിടെ രൂപീകരിച്ചിട്ടുണ്ട്. ആ സമരസമിതി രൂപീകരിച്ചതിന് ശേഷമാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ എടവനക്കാട് പഞ്ചായത്തിലെ തീരദേശത്തെ ഈ പ്രശ്നങ്ങൾ മറ്റുള്ള ജനങ്ങളിലേക്കും മറ്റു സംസ്ഥാനത്തിന് പുറത്തേക്കുമൊക്കെ അറിയുവാൻ സാധിച്ചിട്ടുള്ളത്. അതിൻ്റെ പിന്നിൽ നമ്മൾ അണിനിരന്നെങ്കിൽ മാത്രമേ, പലപ്പോഴും നമുക്കറിയാം, നമ്മൾ കുറച്ച് പേര് പങ്കെടുക്കും, കുറച്ച് പേര് മാറി നിൽക്കും. പക്ഷെ ഇതിലൊന്നും പെടാത്ത കുറേയേറെ ആളുകളാണ് ഇതുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ നമ്മളുടെ കടൽ 100 മീറ്റർ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി അത് കയറി 500 മീറ്ററിൻ്റെ അപ്പുറത്തേക്ക് കടന്നു വരുന്ന രീതിയിലേക്കാണ് മാറിക്കൊണ്ടിരിക്കുന്നത്.
അപ്പോൾ ഇനി വരും കാലങ്ങളിൽ നമ്മുടെ സമരങ്ങൾ ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം. അതിന് എടനക്കാട് പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്ന് ഞങ്ങളുടെ ഭരണസമിതി കയറിയതിനു ശേഷം ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് നിവേദനങ്ങളും ഒരുപാട് അപേക്ഷകളും അതുപോലെ തന്നെ ഒരുപാട് രാഷ്ട്രീയക്കാരെ ആണെങ്കിലും ഏതൊരു വിഭാഗത്തിലുള്ള ആളുകളെയൊക്കെ നമ്മൾ കാണുവാനായിട്ട് മുന്നോട്ട് പോയി നമ്മുടെ പ്രശ്നങ്ങളൊക്കെ നമ്മൾ അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ അവതരിപ്പിക്കുന്നത് നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. ഈ ഒരു കൂട്ടായ്മ നമ്മൾ ഒരുമിച്ച് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ നമ്മൾ വിചാരിച്ച രീതിയിലേക്ക് നമ്മുടെ എടനക്കാട് പഞ്ചായത്തിൻ്റെ ഈ പ്രശ്നങ്ങൾ നമുക്ക് അവസാനിപ്പിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ വരും സമയങ്ങളിൽ നമ്മുടെ സമരം ശക്തമാക്കണം. ഇനിയും നല്ല രീതിയിൽ മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ. ആ രീതിയിലേക്ക് നമുക്ക് മാറണം. ഇത്തരത്തിലുള്ള സംഘടനകൾ നമ്മളെ ചേർത്ത് നിർത്തുന്നതിനും നമുക്കൊരു ചെറിയ ആശ്വാസം നൽകുന്നതിനും ഇവിടെ എത്തിച്ചേർന്നതിലും നമുക്ക് വളരെയധികം സന്തോഷമുണ്ട്. നേരത്തെ അധ്യക്ഷൻ സ്വാഗത പ്രാസംഗിക സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഹ്രസ്വകാല ജീവിതം മറ്റുള്ളവർക്ക് പ്രയോജനകരമായ, മറ്റുള്ളവർക്ക് തണലായി അവരെ ചേർത്ത് നിർത്തിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തുമ്പോൾ തന്നെ നമ്മളെ കൊണ്ട് ആയ വിധം മറ്റുള്ളവരെ സഹായിക്കാൻ നമുക്ക് സാധിക്കണം. അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് നമുക്ക് ഈ സംഘടന ഇന്നിവിടെ നൽകുന്ന ചെറിയൊരു സഹായമാണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഇവരെയൊക്കെ നമുക്ക് മറക്കാൻ സാധിക്കില്ല. നമ്മൾ ചേർത്ത് നിർത്തുമ്പോൾ നമ്മളെയും ചേർത്ത് നിർത്താൻ ആളുകളുണ്ടാവും. തീർച്ചയായിട്ടും ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നതോടൊപ്പം തന്നെ നമ്മോടൊപ്പം നിൽക്കുന്ന ഈ സംഘടനയ്ക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി. ശ്രീമതി അസീന അബ്ദുൽ സലാം, അതുപോലെ വിശിഷ്ട വ്യക്തികളെ, സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, നിങ്ങൾ മണ്ണിലുള്ളവരോട് കരുണ കാണിക്കുക, മുന്നിലുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും എന്ന മഹത്തായ ഒരു തത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നത്തെ ഇവിടുത്തെ ഈ പരിപാടി. നമുക്കറിയാം, ഈ സംഘടന നമ്മളെ എല്ലാവരെയും വേദനിപ്പിച്ച വയനാട് ആ മഹാദുരന്തത്തിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഏതായാലും ഇത്തരം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ തുടർന്നും മുന്നോട്ട് കൊണ്ടുപോകണം. കാരണം നമുക്കറിയാം, കാലാവസ്ഥ വ്യതിയാനം ഉൾപ്പെടെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമ്മെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത്തരം കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ നാം വളരെ ജാഗ്രത കാണിക്കുകയും അതോടൊപ്പം തന്നെ ജീവകാരുണ്യ പ്രവർത്തനത്തിൽ മുന്നിട്ടിറങ്ങുന്നവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യേണ്ട ഒരു അനിവാര്യ ഘട്ടമാണ് എന്ന് ഓർമ്മിപ്പിക്കുവാൻ ഞാൻ ഈ സമയം വിനിയോഗിക്കുകയാണ്. ഇതിലിരിക്കുന്ന വിശിഷ്ടാതിഥികളെ, ശ്രോതാക്കളെ, ഇന്ന് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ഹോപ്പ് സോഷ്യൽ മിഷൻ ഹ്യൂമൻ റൈറ്റ്സിന്റെ നേതൃത്വത്തിൽ ഒരു ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഒരു മാതൃക എന്ന നിലയ്ക്ക് അരിയും അതിൻ്റെ സാമഗ്രികളും കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇവിടെ കൂടിയിരിക്കുന്നത്. ഈ ഇവിടുത്തെ ഈ സ്പോൺസർ ചെയ്തിരിക്കുന്നത് സാൻഡ്ബോക്സ് ടെക്നോളജീസ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. ഞാൻ വേറൊന്നും ദീർഘിക്കുന്നില്ല. നമ്മൾക്ക് പല കാര്യങ്ങൾക്കും മതവും ജാതിയുമില്ല. അതിൽപ്പെട്ടാണ് പ്രകൃതി ദുരന്തം, വിശപ്പ്, രോഗം, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് അത് മതമോ ജാതിയോ നോക്കാതെ നമ്മളെ മനുഷ്യനെ കീഴ്പ്പെടുത്തുന്ന ഒന്നാണ്. ഈ സന്ദർഭത്തിൽ ഇതുപോലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ തോന്നിപ്പിക്കുക എന്നത് തന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ വളരെ വലിയ മനസ്സായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ഞാൻ വൈപ്പിങ്ങരക്കാരിയാണ്, മുരിക്കുംപാടം. ഇതേപോലെ സുനാമിയും കണ്ടിട്ടുണ്ട്, വെള്ളപ്പൊക്കവും കണ്ടിട്ടുണ്ട്, അതേപോലെ തന്നെ വേലിയേറ്റവും വേലിയിറക്കവും കണ്ടിട്ടുണ്ട്. ഇപ്പം ഈ കിട്ടുന്ന അരി ഞാനും വാങ്ങിയിട്ടുണ്ട് കുഞ്ഞിലെ.
പക്ഷേ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ അരി ഒരുപാട് പേര് തരും, പക്ഷെ അത് വെക്കാനുള്ള സ്ഥലം ഉണ്ടാവാറില്ല. പലപ്പോഴും വീടുകളൊക്കെ ഒരു തടിക്കഷ്ണത്തിൻ്റെ മുകളിൽ പല സാധനങ്ങൾ ഇറക്കി വെച്ച് വെള്ളത്തിൽ കട്ട പെറുക്കി അതിൻ്റെ മുകളിൽ കൂടെ ആയിരിക്കും നടക്കുക. അടിച്ചുറപ്പുള്ള വാതിൽ പോലും ഉണ്ടാവില്ല വെള്ളത്തിൻ്റെ അകത്ത് അല്ലേ. ശരിക്കും അരി വെക്കാനുള്ള സ്ഥലം ഉണ്ടാവാറുണ്ടാവില്ല. പരസ്പരമുള്ള ബന്ധുക്കളുടെ വീട്ടിലേക്ക് പലതും കൊടുത്തു വിടും, കാരണം നശിക്കാതിരിക്കാൻ. തിന്നാനുള്ള മനസ്സുണ്ടാവില്ല. ആദ്യം വേണ്ടത് നമുക്ക് ഓടി രക്ഷപ്പെടാനുള്ള ഒരു വഴി. പിന്നെ വയനാട്ടിൽ നടന്നത് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റത്തും, കടൽ നമുക്ക് പ്രതീക്ഷിക്കുന്നത് അല്ലേ, സ്ഥിരം ഉണ്ടാവും, കൊല്ലം ഉണ്ടാവും. ഇവിടുത്തെ പെൺകുട്ടികളുടെ ആരോഗ്യസ്ഥിതി, സ്കിന്ന് എല്ലാം പ്രശ്നത്തിലായിരിക്കും. വെള്ളത്തിൽ നീന്തി പോവുക, ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. ഒരുപാട് നേരം വെയിലത്ത് നിന്നിട്ടായിരിക്കും പലപ്പോഴും വാങ്ങുക പലതും. വിശപ്പടക്കി പിടിച്ച് ആ കിട്ടുന്നത് വാങ്ങിക്കൊണ്ട് പോകാൻ. കാരണം അന്നത്തെ ദിവസം പണിക്ക് പോകാൻ പറ്റില്ല. എല്ലാവരും വിചാരിക്കും അരി എത്തിക്കഴിഞ്ഞാൽ എല്ലാം ആയി. പക്ഷെ ആ സമയത്ത് വെളിച്ചെണ്ണ വാങ്ങാനുള്ള പണം, അതുകൂടാണ്ട് ആ സമയത്ത് ഹോസ്പിറ്റലിൽ പോകാനുള്ള പണം, ഇങ്ങനെ പണത്തിൻ്റെതായിട്ടുള്ള മൂല്യങ്ങൾ പലരും കാണാറില്ല അല്ലേ. നമ്മുടെ കുഞ്ഞുങ്ങൾക്കുള്ള പാഡ് ഒക്കെ ആ സമയത്ത് ബുദ്ധിമുട്ടുള്ള, പുസ്തകങ്ങൾ നശിച്ചിട്ടുണ്ടാവും, എല്ലാം കിട്ടും. പക്ഷെ പല കാര്യങ്ങളും അവിടെ നടക്കാറില്ല. എല്ലാം നടക്കട്ടെ, മാറ്റങ്ങൾ ഉണ്ടാവട്ടെ, ഇവിടെ നല്ല വഴി ഉണ്ടാവട്ടെ. പലപ്പോഴും കയറി വരാനുള്ള വഴിയില്ലാത്ത സ്ഥലങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ, അത് ക്ലിയർ ആക്കാൻ പറ്റട്ടെ. ചെറിയ കുഞ്ഞിടവഴി കൂടെ ഓടാൻ പോലും കൂടി ഒരാൾക്ക് നിവർന്നോടാൻ പറ്റാത്ത വഴികളുണ്ട് നമ്മുടെ നാട്ടിൽ. പിന്നെ പെൺകുട്ടികളുടെ സുരക്ഷ, ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മുടെ സ്കൂളുകളൊക്കെ വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ പഠിക്കട്ടെ. കാരണം ചെല്ലുന്ന അങ്ങാടാ. ഞാൻ എറണാകുളം സ്കൂളിലായിരുന്നു വൈപ്പിൻ നമ്മുടെ സുനാമി സമയത്തുണ്ടായത്. ടോയ്ലറ്റ് വളരെ ശോചനീയമായിരിക്കും അല്ലേ. പെൺകുട്ടികളുടെ അവസ്ഥയല്ലേ, ആൺകുട്ടികൾക്ക് പുറത്താവാം, പക്ഷെ പെൺകുട്ടികൾക്ക് ബാത്റൂം തന്നെ വേണം, അവിടെ വെള്ളത്തിൻ്റെ ഇതുണ്ടാവില്ല. ശരിക്കും അതൊക്കെയല്ലേ ആദ്യം ക്ലിയർ ആയിട്ട് എല്ലാവരും അതൊന്ന് കാണട്ടെ. ചെന്ന് കയറാനുള്ളൊരു സ്ഥലം, ഓടാനുള്ള സ്ഥലം, പൊളിക്കാനുള്ള സ്ഥലം. ദൈവാനുഗ്രഹിക്കും. ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് മിസ്റ്റർ ഹാരിസ് കൊടുങ്ങല്ലൂർ, പഞ്ചായത്ത് പ്രസിഡന്റ് മാഡം ഹസീന, മിസ്റ്റർ ഹാരിസ് കൊടുങ്ങല്ലൂർ, ബിന്ദു ടീച്ചർ, ഞങ്ങൾ ടീച്ചറെന്നാണ് വിളിക്കുന്നത്, ഞങ്ങളെങ്ങനെ അറിയുന്നറിയില്ല. പിന്നെ സദസ്സിലുള്ള എല്ലാ ഡിസ്ട്രിക്ട് ഗസ്റ്റ്. മാഡം പറഞ്ഞ പോലെ ഞാൻ നേവിയിൽ വർക്ക് ചെയ്തിരുന്നു, ഇന്ത്യൻ നേവി. 15 കൊല്ലം ഇന്ത്യൻ നേവിയിൽ വർക്ക് ചെയ്തതിന് ശേഷം ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് അബുദാബിയിലെ റിഗിൽ വർക്ക് ചെയ്യുന്നു. അപ്പോൾ പല പ്രകൃതിക്ഷോഭങ്ങളും, നമുക്കറിയാലോ, ഷിപ്പിൽ വർക്ക് ചെയ്യുന്ന ആൾക്ക് എല്ലാം അറിയാം. കടലിനെ കുറിച്ചറിയാം, കടലമ്മയെ കുറിച്ചറിയാം, കടലിൻ്റെ മക്കളെ കുറിച്ചറിയാം, കടലിൻ്റെ അയൽവക്കത്ത് താമസിക്കുന്ന ആൾക്കാരെ കുറിച്ചറിയാം. പല സംരംഭങ്ങളിൽ ഞങ്ങളിങ്ങനെ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ അവിടെയൊക്കെ പോയി ഞങ്ങൾ സഹായങ്ങൾ കൊടുക്കാറുണ്ട്. 1991 എനിക്ക് തോന്നുന്നു, ഞങ്ങളൊരു ഷിപ്പിലിങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ കടൽ ഇളകി മറിയുകയും ഞങ്ങളുടെ കപ്പൽ 3 ദിവസത്തേക്ക് എങ്ങോട്ടാ പോകുന്ന അറിയാതെ ഒഴുകി പോവുകയും ചെയ്തു. അതായത് വിശാഖപട്ടണത്തിൽ നിന്ന് നാഗപട്ടണത്തിൽ നിന്ന് മച്ചിലിപട്ടണം വരെ ഈ കപ്പൽ ഒഴുകിക്കൊണ്ടിരുന്നു. അത് വലിയ കൊടുങ്കാറ്റിൻ്റെ സമയത്തായിരുന്നു. ആ കൊടുങ്കാറ്റിലകപ്പെട്ട് ഞങ്ങളുടെ കപ്പൽ 15 ഡിഗ്രി ചെരിഞ്ഞ് അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ 3 ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഞങ്ങളിനി തിരിച്ചു വരില്ല. കപ്പലിലാണെങ്കിൽ ഭക്ഷണങ്ങളൊന്നുമില്ല, എല്ലാം കേടായി, ഫ്രിഡ്ജ് എല്ലാം എഞ്ചിൻ ഓഫായിപ്പോയി, AC റെഫ്രിജറേറ്റർ എല്ലാം കേടായി. അങ്ങനെ 3 ദിവസം കഴിഞ്ഞപ്പോൾ കടലൊക്കെ ശാന്തമായി. ഞങ്ങൾ മെസ്സേജ് കാര്യങ്ങളൊക്കെ ശരിയായി തുടങ്ങിയപ്പോൾ ഞങ്ങൾക്ക് മെസ്സേജ് കിട്ടി, നിങ്ങളിപ്പോൾ ഉള്ളത് മച്ചിലിപട്ടണം, അതായത് വിശാഖപട്ടണം ആന്ധ്രാപ്രദേശിലാണ് ഈ പറയുന്നത്. നാഗപട്ടണം തമിഴ്നാട്ടിൽ നിന്ന് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഞങ്ങൾ എത്തിയത് ആന്ധ്രാപ്രദേശിൽ. അപ്പോൾ നമുക്കറിയാം പ്രകൃതി ക്ഷോഭങ്ങൾ, സുനാമി. അപ്പോൾ നമ്മുടെ ഒരു ഗസ്റ്റ് പറഞ്ഞ പോലെ സുനാമി 2004 സുനാമി. 991 ഞാൻ കണ്ട ഏറ്റവും വലിയ എൻ്റെ അപകടം. അതായത് ഞങ്ങളുടെ ഷിപ്പിലുണ്ടായിരുന്ന 2 ബോട്ടുകൾ താഴ്ത്തി കൊലിച്ചു പോയി. 2 വലിയ ബോട്ടുകളായിരുന്നു. സർവേ ഷിപ്പായിരുന്നു ഞങ്ങളാണ് ഈ ഏരിയകളൊക്കെ സർവേ ചെയ്തുകൊണ്ടിരുന്നത്. കടലിൽ എത്ര ഗ്യാപ്പുണ്ട്, എത്ര ഡെപ്ത് ഉണ്ട്, എങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത്. അതായത് നമ്മുടെ കണക്കനുസരിച്ച് ഏകദേശം 1 ഇഞ്ച് വെള്ളം ഓരോ വർഷങ്ങളും പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ്. 1 ഇഞ്ച്, അതായത് 1 ഫീറ്റ്, ഒരടി വെള്ളം, അതായത് 11 ഇഞ്ചാണ് കറക്റ്റ് പറഞ്ഞ 11 ഇഞ്ച് വെള്ളം ഓരോ വർഷവും പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കടലിൽ. അപ്പോൾ അതിൻ്റെ അനുസരിച്ച് നമ്മുടെ അധികൃതർ
അതിനുള്ള അറേഞ്ച്മെൻറ്റ്സുകൾ കാര്യങ്ങൾ ചെയ്യേണ്ടിയിരിക്കുന്നു. അത് ഗ്ലോബൽ വാർമിങ്ങിൻ്റെ ഒരു ലക്ഷണമാണ്. നമ്മുടെ പരിസ്ഥിതി പഠിക്കുന്ന നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, കുട്ടികൾക്കറിയാം. ഞാൻ കൂടുതലായി ധരിപ്പിക്കുന്നില്ല. ഞങ്ങളുടെ കമ്പനി എന്ന് പറയുന്നത് സാൻഡ്ബോക്സ് ടെക്നോളജി. അതായത് അതിൻ്റെ ഞങ്ങൾ പഠിപ്പിക്കുന്നത് എഡ്യൂക്കേഷൻ സോഫ്റ്റ്വെയറാണ്. അതായത് അതിൻ്റെ ഫൗണ്ടറായ സാറ് റജി ജോസ് സാറിനെ കുറിച്ച് പറയുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. കാരണം സാറിന് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സാറിന് 13 മാർക്കായിരുന്നു മാത്തമാറ്റിക്സിന്. അപ്പോൾ സാറിൻ്റെ ട്യൂഷൻ ടീച്ചറിൻ്റെ അടുത്ത് പോവുകയും സാറ് അത് പഠിക്കുകയും ചെയ്തപ്പോൾ സാറിന് അതിൽ വളരെ നല്ല മാർക്ക് മേടിച്ച് സാറ് പിന്നെ ഡിഗ്രിയിൽ സ്കൂളിൽ ക്ലാസ് ടീച്ചർമാരില്ലാതെ പഠിച്ച് റാങ്ക് മേടിച്ചു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ബിഗ് അപ്ലോഡ് കൊടുക്കാം, ഒരു കൈയടിക്കാം സാറിന് വേണ്ടി. അപ്പം അങ്ങനെയുള്ള സാറിൻ്റെ നമ്മളൊരു പ്രൊഡക്റ്റാണ് ഞങ്ങൾ ഇറക്കുന്നത്. അതായത് കുട്ടികൾക്ക് എങ്ങനെ കണക്ക് പഠിക്കാം, നമുക്ക് ഈ കരയിലുള്ള ആൾക്കാരെ നമ്മൾക്ക് സഹായിക്കാൻ പറ്റും. കണക്കിൽ വളരെ മോശമായ കുട്ടികളെ ഞങ്ങൾക്ക് അഡോപ്റ്റ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അത് ഞങ്ങൾ തയ്യാറാണ്. 2-3 കുട്ടികളെ ഞങ്ങൾ കണക്ക് പഠിക്കുക. സാർ നമ്മുടെ സ്കൂളിൽ യബനസർ ഇൻ്റർനാഷണൽ സ്കൂളിൽ സാറ് പഠിപ്പിച്ച കുട്ടിക്ക് 13 മാർക്ക് ഉണ്ടായിരുന്നു. അത് കുട്ടിക്ക് 70 മാർക്ക് കിട്ടി. അതൊക്കെ സാറിൻ്റെ റെക്കോർഡാണ്. ഞങ്ങളെപ്പറ്റി പറഞ്ഞ കൂടുതൽ ഞങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ഇവിടെ വന്ന എല്ലാവർക്കും എൻ്റെ നന്ദി രേഖപ്പെടുത്തി. 500 കിലോ അരി ഇവിടെ ഈ പ്രതിക്ഷോഭം നടന്ന ഈ സ്ഥലത്ത്, ഈ ദുരന്ത സ്ഥലത്ത് വിതരണം ചെയ്യാനായിട്ട്, അത് വിതരണം ചെയ്തിരിക്കുന്ന വ്യക്തി ഈ യോഗത്തിലെ മുഖ്യ അതിഥിയും നമ്മുടെ സാൻവോസ് ടെക്നോളജീസ് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ MD-യുമായ ക്യാപ്റ്റൻ TK ഉബൈസ് നമ്മളോടൊപ്പം സംസാരിച്ചു കഴിഞ്ഞ TK ഉബൈസ് അവറുകളാണ്. അപ്പോൾ അവർ രണ്ടുപേരും കൂടി സംയുക്തമായി സംഘടിപ്പിച്ച ഈ പരിപാടി നമുക്കെല്ലാവർക്കും അറിയാം. ഒരു ദുരന്തം നടക്കുമ്പോൾ ഒരിക്കലും ഒരാളും ജാതി മത വർഗ വർണ്ണ വ്യത്യാസങ്ങൾക്ക് അതീതമായിട്ട് ഒന്നിച്ച് കഴിയുന്നവരായിരിക്കും. 2004 സുനാമി ഉണ്ടായപ്പോഴും 2018 19 വെള്ളപ്പൊക്കമുണ്ടായപ്പോഴുമൊക്കെ നമ്മൾ കണ്ടതാണ്. ഞാൻ അന്ന് 2019 വെള്ളപ്പൊക്കത്തിൻ്റെ സമയത്ത് സഭാ സ്കൂളിൽ ക്യാമ്പിൻ്റെ ഒരു ചാർജ് എനിക്കുണ്ടായിരുന്നു. ആ സമയത്ത് അവിടെ വന്ന ഒരു വ്യക്തി എന്നോട് ഒരു കുപ്പി വെള്ളം ചോദിച്ചു. ഞങ്ങൾ 4 പേരുണ്ട്, 4 പേര്. അപ്പോൾ ഒരുപാട് സാമ്പത്തികമായിട്ട് ഒരു പണക്കാരനാണെന്ന് പറയാം. അങ്ങനത്തെ ഒരു വ്യക്തിയാണ് വന്നത്. ഞങ്ങൾ 4 പേരുണ്ട്, ഒരു കുപ്പി വെള്ളം വേണം. അപ്പം അതുപോലെ തന്നെ നമുക്ക് ആർക്കും തന്നെ ഒരു കാരണവശാലും മനുഷ്യനെന്ന ആ വർഗത്തിൻ്റെ മുമ്പിൽ ദുരന്തം വരുമ്പോൾ ഒന്നിച്ചു കൂടേണ്ടവരാണ്. അപ്പോൾ ഒന്നിച്ചുകൂടെ ദുരന്തം വരുമ്പോൾ മാത്രമല്ല, ഇനിയും നമ്മൾ മനുഷ്യവർഗത്തിന് വേണ്ടി ഒന്നിക്കേണ്ടവരാണ്. എൻ്റെയൊക്കെ വീടിൻ്റെ അവിടെ കൊയ്സ വന്നത്. അവിടെ വന്നു കഴിഞ്ഞപ്പോൾ ആ വെള്ളത്തിൽ കൂടി കുറച്ച് പേര് പോയിരുന്നു ഇങ്ങോട്ട് കണ്ട് കടൽ കയറിയിട്ട്. ഞാൻ അന്ന് ചെന്ന് അപ്പോൾ തന്നെ ഞങ്ങളുടെ ചെയർമാനായിട്ട് ബന്ധപ്പെട്ട് കമ്മിറ്റിക്കാരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് അവർക്ക് എന്തെങ്കിലും ചെയ്തേ മതിയാവും, അവിടെ പോകണം നമ്മൾക്ക്. അങ്ങനെയാണ് ഞങ്ങളിവിടെ ഒരു സന്ദർശനം നടത്തിയത്. ഞങ്ങളൊരു 7 പേരുണ്ടായിരുന്നു അന്ന്. അപ്പം നിങ്ങൾക്ക് വേണ്ടി ഇതല്ല, ഇതിനേക്കാൾ വലിയ എന്തെങ്കിലും ചെയ്യണമെന്ന് ഞങ്ങൾക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ആ സമയത്താണ് ആ മഹാദുരന്തം വയനാട്ടിൽ വന്നത്. അപ്പം എല്ലാ ശ്രദ്ധയും അങ്ങോട്ട് മാറി സ്വാഭാവികമായിട്ട് ഞങ്ങളും അങ്ങോട്ട് തന്നെ ഒന്ന് ശ്രദ്ധിക്കേണ്ടി വന്നു. അതുകൊണ്ട് മാത്രമാണ് ഇങ്ങോട്ട് സഹായം എത്തിക്കാനായിട്ട് വൈകിയത്. ഇവിടുത്തെ ഈ പ്രോഗ്രാം ഈ ദുരിത അനുഭവിക്കുന്ന ജനങ്ങൾക്ക് അവർക്കൊരു സഹായം കൊടുക്കുക എന്നുള്ളത് എല്ലാ മനുഷ്യരുടെയും ബാധ്യതയാണ്, കടമയാണ്. എന്നാൽ വ്യക്തികൾക്ക് ആ കടമ നിർവഹിക്കുന്നതിൽ ഒരു പരിമിതിയുണ്ട്. പക്ഷെ അത്തരത്തിലുള്ള കടമകളെല്ലാം തന്നെ നിർവഹിക്കുന്നത് ഒരു സംഘടനാ തലത്തിലായിരിക്കും, സംഘടന രൂപീകരിച്ചുകൊണ്ടായിരിക്കും. നമുക്കറിയാം, നമ്മളുടെ സമൂഹത്തിൽ ഒരുപാട് സംഘടനകൾ ഇന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ നിന്ന് ഏറ്റവും അഭിനന്ദനാർഹമായ ശ്ലാഘനീയമായ ഒരു പ്രവർത്തനമാണ് ഇന്ന് ഹ്യൂമൻ റൈറ്റ്സിൻ്റെ ഈ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. വന്നപ്പോൾ പറയുകയുണ്ടായി, അമ്മമാർ പലരും ഭക്ഷണം കഴിക്കാതെയൊക്കെ വന്നിരിക്കുന്നതെന്ന്.
കാരണം നിങ്ങൾ ഹസ്ബൻഡിന് പൈസ ഭക്ഷണം കൊടുത്തിട്ടേ കഴിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതിലൊക്കെ ഒത്തിരി സന്തോഷം. എനിക്ക് ഇതുമായിട്ടുള്ള ഒരു അടുപ്പം എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മ വീട് തുമ്പുകളിലാണ്. അപ്പോൾ ഈ കടൽ തീരമായിട്ടൊക്കെ തന്നെ വളരെ അടുത്താണ് ഞാനും ജനിച്ചു വളർന്നത്. അമ്മ വീട്ടിലായിരിക്കും നമ്മളൊക്കെ ജനിച്ചു വളരുന്നത്. അപ്പോൾ എനിക്ക് അന്നോട്ട് കടലൊക്കെ ഭയങ്കര ഇതാണ്. പക്ഷേ ജൂൺ 30 ഇവിടെ വന്ന് നിങ്ങളുടെ അവസ്ഥയെ കണ്ടപ്പോഴത്തേക്കും ഒത്തിരി സങ്കടം തോന്നി. കാരണം അവിടെയൊന്നും ഇത്രയും കടലാക്രമണമൊന്നും ഞാൻ കണ്ടിട്ടില്ല. അപ്പം അന്ന് ഞാനും ബിന്ദു ടീച്ചറും കൂടെ ഞങ്ങൾ ഒരുമിച്ചാണ് ഓഫീസിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ചെന്ന് ചെയർമാനോട് സംസാരിക്കുകയുണ്ടായി. അപ്പം സാറ് വളരെ സന്തോഷത്തോടെ ഇങ്ങനൊരു സഹായം ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ അത് നിങ്ങളിലോട്ട് എത്രയും പെട്ടെന്ന് എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ശ്രമം. അതിന് നമ്മുടെ ഈ സംഘടനയുടെ എല്ലാവരും തന്നെ അവർക്ക് പറ്റുന്ന രീതിയിലുള്ള പരിശ്രമം കൂടെ ആയപ്പോൾ ഇന്നത് പ്രാവർത്തികമായി. പാർട്ടല്ല, ഒരു ജീവാത്മാവായ ബിന്ദു ടീച്ചർ കുറേ ദിവസങ്ങളായി എന്നോട് പറയുന്നുണ്ട്, സാറ് ഇങ്ങനെയുള്ള ചില സംരംഭങ്ങളൊക്കെ ഉണ്ട്, അതിലൊക്കെ സാറ് ഇടപെടണം. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇടപെട്ടിട്ടില്ല എന്ന് പറയുന്നത് എൻ്റെ എക്സ്പീരിയൻസിൻ്റെ കുറവാണ്. സത്യത്തിൽ നിങ്ങളെയൊക്കെ കണ്ടപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള സംരംഭങ്ങളിൽ ഞാൻ നേരത്തെ തന്നെ ഇടപെടേണ്ടതായിരുന്നു എന്നെനിക്ക് തോന്നിപ്പോയി. എന്തായാലും ഇനിയുള്ള ഞങ്ങളുടെ പ്രവർത്തനങ്ങളിൽ എപ്പോഴും ചാരിറ്റിക്ക് വേണ്ടി ഞങ്ങളുടെ കമ്പനിയിൽ നിന്നും നല്ലൊരു പെർസെൻറ്റേജ് മാറ്റിവെക്കും എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. HSMHR എന്ന് പറയുന്ന സംഘടന മനുഷ്യാവകാശ സംഘടനയാണ്. ഈ സംഘടന ഇപ്പോൾ ഒരു 8 ജില്ലകളിൽ ഞങ്ങളുടെ സംഘടന പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെ ഉണ്ടായ കടൽക്ഷോഭം ഞങ്ങൾ നേരിട്ട് വന്ന് കണ്ടതാണ്. തകർന്നു പോയിട്ടുള്ള വീടുകളും അതുപോലെ നിങ്ങളുടെ സ്വത്തുവകകളും എല്ലാം ഞങ്ങൾ നേരിട്ട് വന്ന് ഇത് മനസ്സിലാക്കി. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തോടെ ആ തീരുമാനമെടുത്ത് അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് ഞങ്ങൾ മുൻപന്തിയിൽ നിന്നപ്പോഴാണ് പെട്ടെന്ന് വയനാട് ദുരന്തമുണ്ടായത്. പെട്ടെന്നൊരു പ്രയോറിറ്റി അവിടെ കൊടുക്കേണ്ടി വന്നതിനാൽ ഞങ്ങൾ അവിടേക്ക് കുറേ സഹായം, ഇതുപോലുള്ള സഹായങ്ങളുമായി ഞങ്ങൾ വയനാട്ടിലേക്ക് പോയി. ഒരുപാട് സഹായങ്ങൾ സർക്കാരിൻ്റെതായിട്ട് വയനാട്ടിൽ എത്തിയിട്ടുണ്ട്. വയനാട് കളക്ടറേറ്റിലെല്ലാം, കളക്ടറേറ്റിൻ്റെ മുറികളിലും വരാന്തകളിലെല്ലാം തിങ്ങി നിറഞ്ഞ് ഒരുപാട് സാധനങ്ങൾ കേരളത്തിൻ്റെ വെളിയിൽ നിന്നും കേരളത്തിലെ എല്ലായിടത്തു നിന്നും അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. മുമ്പും 3-4 സംഘടനകൾ നമുക്ക് ഇതുപോലെയുള്ള സഹായങ്ങൾ നൽകുകയുണ്ടായി. എന്തായാലും ഇങ്ങനെയുള്ള ദുരന്തങ്ങളിൽ നമ്മളെ സഹായിക്കാനായിട്ട് ഒരുപാട് നല്ലവരായ നാട്ടുകാർ അതുപോലെ സംഘടനകളൊക്കെ നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മൾക്ക് ഈ ദുരന്തങ്ങളെയൊക്കെ നേരിടാനുള്ള ഒരു ധൈര്യം. സുനാമി ഉണ്ടായപ്പോഴും ഇതുപോലെ തന്നെ ഒരുപാട് സംഘടനകൾ നമ്മളെ സഹായിച്ചു. വീട് വെക്കുന്നതിനും മറ്റുമായിട്ടൊക്കെ ഒരുപാട് സംഘടനകൾ സർക്കാർ ചെയ്യുന്നതിനേക്കാൾ ഒരുപാട് കൂടുതൽ കാര്യങ്ങൾ നൽകുകയുണ്ടായി. സാറിനെ ക്ഷണിക്കുകയാണ്, 2 വാക്ക് സംസാരിക്കാൻ വേണ്ടി ക്ഷണിക്കുകയാണ്. ബഹുമാന്യനായ ശ്രീ ഹാരിസ് കൊടുങ്ങല്ലൂർ, ശ്രീമതി ബിന്ദു ബിജു, ക്യാപ്റ്റൻ TK ഉബൈസ്, പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ഹസീന അബ്ദുൽ സലാം, ശ്രീമതി കൊച്ചു ത്രേസ്യ, ശ്രീ ആൽബി KJ, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ വിൽസൺ, ശ്രീ ജീവൻ മിത്ര, ശ്രീ സുധീർ മാസ്റ്റർ, ശ്രീ മനു, ശ്രീ PH ബുബക്കർ, ഡോക്ടർ ഫയാസ്, മറ്റ് ബഹുമാന്യരായ വിശിഷ്ട വ്യക്തിത്വങ്ങൾ, ഹോപ്പ് സോഷ്യൽ മിഷൻ ഹ്യൂമൻ റൈറ്റ്സിൻ്റെ ആഭിമുഖ്യത്തിൽ സ്കാൻബോക്സ് ടെക്നോളജീസ് പ്രൈവറ്റ് ലിമിറ്റഡ് നൽകുന്ന സഹായ വിതരണമാണ് ഇവിടെ നടക്കുന്നത്. ഞാൻ വൈകി വന്നതിൽ ക്ഷമ ചോദിക്കുകയാണ്. ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നതുകൊണ്ട് അത് വൈകിയാണ് അവസാനിച്ചത്. വരുന്ന വഴി ഒരു ഭക്ഷണമൊന്നും കഴിച്ചില്ല, ഒരു ചായയും കടിയും കഴിച്ചിട്ട് ഓടിപ്പോകുന്നതാണ്. എല്ലാവരും കൂടെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ദീർഘമായ ഒരു സംസാരത്തിലേക്ക് കടക്കുന്നില്ല.
ഈ പ്രദേശം നമുക്കറിയാം ഏറ്റവും ദുരിതപൂർണമായിട്ടുള്ള സാഹചര്യങ്ങളിലൂടെ ജീവിക്കുന്ന ആളുകളാണ്. ഓരോ നിമിഷവും എപ്പോൾ കടൽ കയറും എന്നറിയാൻ പാടില്ലാത്ത ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. മുൻകാലങ്ങളിൽ ഇതിനൊക്കെ കാരണവന്മാരായിട്ടുള്ള ആളുകൾക്ക് അറിയായിരുന്നു കടൽ കയറുന്ന സമയമൊക്കെ. ഇന്ന് കാലാവസ്ഥാ വ്യതിയാനത്തിലുണ്ടായിരിക്കുന്ന വലിയ മാറ്റമുണ്ട്. അത് ലോകത്തും രാജ്യത്തും ഒക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഏറ്റവും കൂടുതൽ കടലോര മേഖലകളിൽ ദുരിതം അനുഭവിക്കുന്ന ആളുകളായി നമ്മൾ ഓരോരുത്തരും മാറി. എറണാകുളം ജില്ലയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കൊച്ചിയും വൈപ്പിനുമാണ് നമ്മുടെ കടലുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളുകൾ. പ്രത്യേകിച്ചും എടവനക്കാട് ഈ മേഖല, എടവനക്കാടും കുഴപ്പള്ളിയും നായരമ്പലവും ഞാറക്കലും ഉൾപ്പെടെയുള്ള മേഖലകളിൽ വലിയ പ്രശ്നങ്ങളുള്ള സ്ഥലമാണ്. ഈ പ്രദേശത്ത് സുനാമിക്ക് ശേഷം കടൽഭിത്തികളൊന്നുമില്ല, എല്ലാം നഷ്ടപ്പെട്ട ഒരു പ്രദേശമാണ്. ജീവിതം വളരെ ദുസ്സഹമാണ്. കഴിഞ്ഞ ദിവസമാണ് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ആളുകൾ വന്നുപോയത്. സർക്കാരും അതുപോലെ തന്നെ ബന്ധപ്പെട്ട ആളുകളും ഇതുമായി ബന്ധപ്പെട്ട് കടൽഭിത്തിയുടെ നിർമ്മാണം അത് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ ചെയ്താലും ശാശ്വതമായ ഒരു പരിഹാരം ആളുകൾക്കുണ്ടാവുകയുള്ളൂ. വളരെ ദുരിതപൂർണമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളിലൂടെയുള്ള ആളുകളാണ് ഈ പ്രദേശത്തുള്ളത്. അങ്ങനെ വലിയ വരുമാനമോ അങ്ങനെ ഒരു വലിയ തൊഴിലോ ഒന്നുമില്ലാത്ത ആളുകളാണ്. വളരെ സാധാരണക്കാരാണ്. അന്നന്നത്തെ ഉപജീവനത്തിന് വേണ്ടി ജോലിക്ക് പോയി ഉപജീവനം നടത്തുന്ന ആളുകളാണ്. കുട്ടികളുടെ വിദ്യാഭ്യാസം, എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ഒക്കെ ബുദ്ധിമുട്ടുന്ന ആളുകളാണ്. ഇപ്പോൾ കടൽ കയറുമ്പോൾ വീടുകൾക്ക് നാശനഷ്ടം ഉണ്ടാകുന്നു, ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം, ജോലിക്ക് പോകാൻ പറ്റുന്നില്ല. സ്വാഭാവികമായും ഉണ്ടാകുന്ന ഈ ഒരു വലിയ പ്രശ്നം അത് വലിയ ദുരന്തമാണ് ഈ പ്രദേശങ്ങളിലെ ജനങ്ങൾക്കുണ്ടാകുന്നത്. സർക്കാരിൻ്റെയും നല്ല മനസ്സുള്ള ആളുകളുടെയും ശ്രദ്ധയുണ്ടെങ്കിൽ മാത്രമാണ് ഇവരുടെയൊക്കെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലാണ് വയനാട് ഞങ്ങളെല്ലാവരും പോയിട്ട് വന്നത്. വയനാട് ഒരു ഇത്തരത്തിൽ ഒരു വലിയ മഴ പെയ്താൽ ഉണ്ടാകുന്ന അനുഭവം നമുക്കറിയാം. ഉരുളുപൊട്ടി ജനങ്ങളുടെ ജീവൻ നഷ്ടപ്പെടും. ജീവിത കാലഘട്ടത്തിൽ സമ്പാദിച്ചതെല്ലാം നഷ്ടപ്പെടുന്ന സാഹചര്യമാണ്. ഇത്തവണ ഉണ്ടായത് വലിയ ദാരുണമായിട്ടുള്ള ഒരു ദുരന്തമായിരുന്നു. ഇത്രയധികം ജീവനാണ് ഇനിയും കണ്ടുകിട്ടാനുള്ളത്. ആളുകളുടെ മൃതശരീരം പോലും കണ്ടുകിട്ടാൻ, നൂറുകണക്കിന് ആളുകളുടെ മൃതദേഹങ്ങളാണ് ഇനി കണ്ടുകിട്ടാനുള്ളത്. കണ്ടുകിട്ടിയതിൽ ഭൂരിഭാഗവും ഉടലോടുകൂടി മനുഷ്യൻ കാണാൻ കഴിയാത്ത രീതിയിലുള്ള മൃതദേഹങ്ങളുടെ അവശിഷ്ടങ്ങളാണ് അവിടെ നിന്നൊക്കെ കിട്ടിയത്. അപ്പോൾ ജനത്തെ സംബന്ധിച്ചിടത്തോളം ഇത്രയും ദുരിതപൂർണമായിട്ടുള്ള സാഹചര്യമാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം. ഇതൊക്കെ ഇവിടെ നിന്നാണ് ഈ ജീവിതത്തോട് മല്ലിട്ട് പടപൊരുതി നിങ്ങളൊക്കെ ഒരു തലമുറ മുന്നോട്ട് പോകുന്നു. അപ്പോൾ മറ്റുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള ആളുകൾ ജീവിക്കുന്നത് പോലെയല്ല നിങ്ങളുടെ ജീവിതം. അതിനേക്കാൾ എത്രയോ ഇരട്ടി കഠിനാധ്വാനമാണ് നിങ്ങൾ ഓരോരുത്തരും നടത്തുന്നത്. എന്തായാലും ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുക. അതിനപ്പുറത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം സർക്കാരുകളുമായി ബന്ധപ്പെട്ടുള്ള സഹായങ്ങൾ ഉറപ്പുവരുത്തുക എന്നുള്ളത് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ഒന്നാണ്. ഈ കടൽഭിത്തിയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പൊതുസമൂഹത്തിൻ്റെ പ്രതിഷേധവും സർക്കാരിൻ്റെ ഇടപെടൽ ഉണ്ടാകുന്ന സമയം വരെ അത് തുടരുക എന്നുള്ളതും ഏറ്റവും പരമപ്രധാനമായിട്ടുള്ളതാണ്. അതിനുവേണ്ടി പ്രത്യേകം നമ്മളെല്ലാവരും നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന് സൂചിപ്പിക്കുന്നു. അതുപോലെ ഇന്ന് ഹോപ്പ് സോഷ്യൽ മിഷൻ ഹ്യൂമൻ റൈറ്റ്സിൻ്റെ ആഭിമുഖ്യത്തിൽ ഇന്ന് നടക്കുന്ന ഈ സഹായഹസ്തം, അവരൊരു വലിയ മനസ്സിൻ്റെ ഉടമകളാണ്. എല്ലാവരെയും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. കാരണം ഇത്തരത്തിലുള്ള ആളുകളുടെ നല്ല മനസ്സിൻ്റെ ഉടമകളായിട്ടുള്ള ആളുകളുടെ സഹായങ്ങൾ കൊണ്ടാണ് ദുരിതം അനുഭവിക്കുന്നവരെ ജീവിതത്തിൽ അവരെ പിടിച്ച് ചേർത്ത് നിർത്തി കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ. അപ്പോൾ നിങ്ങളിന്ന് നൽകുന്ന ഈ ചെറിയ സഹായങ്ങൾ അത് ഇവരുടെ ജീവിതത്തിലെ വലിയ ഒരു പ്രതീക്ഷയാണ്. ഇതിന് നേതൃത്വം കൊടുത്ത എല്ലാവരെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഇതിൻ്റെ സഹായങ്ങൾ ചെയ്ത എല്ലാവരെയും പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു.